ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ആദ്യത്തെ ഏരിയ കഴിഞ്ഞ ക്ലാസ്സോടെ കംപ്ലീറ്റ് ചെയ്തല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് ഒരു കമ്പനിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക, എന്താണ് അതിൻ്റെ ആവശ്യകത, എന്താണ് ഹയറാർക്കി, എങ്ങനെയാണ് ഒരു കമ്പനീനെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരിക, പിന്നെ അവർ തന്നെ സിഇഒനെയും സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ സെലക്ട് ചെയ്യുക, പിന്നെ ഓഡിറ്റ് കമ്മിറ്റീനെ കൊണ്ടുവരിക, പിന്നെ ഇവർക്കൊക്കെ റെസ്പോൺസിബിലിറ്റീസും റിക്വയർമെൻറ്റ്സും കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. ഇനിയാണ് നമുക്ക് ഇതിനെയൊക്കെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്പോൺസിബിലിറ്റീസൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ ഓക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, കോർപ്പറേറ്റ് ഗവർണൻസ് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യണം. നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞ സെക്ഷനിലെ സെക്കൻഡ് പാർട്ട് ഇന്റേണൽ കൺട്രോൾ, ഇൻട്രൊഡക്ഷൻ ടു ഇന്റേണൽ കൺട്രോൾ അല്ലേ. എന്താ ഇവിടെ ഒരു ചെറിയൊരു കോർ ഐഡിയ പോലെ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഹൂ കെയർസ് അബൌട്ട് ഇന്റേണൽ കൺട്രോൾ, ആർക്കാണ് ഇന്റേണൽ കൺട്രോൾ വേണ്ടത്, ആർക്കാണ് ഇതുകൊണ്ട് ഉപകാരമുള്ളത്, എന്താണ് ഇനി അവരുടെ ഉപകാരം, ഓക്കെ, ആരാണ് ഇതിൽ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൂ കെയർസ് അബൌട്ട് ഇന്റേണൽ കൺട്രോൾ അതൊരു ടോപ്പിക്കാണ്. ഓക്കെ, അതിനു മുമ്പ് ഇന്റേണൽ കൺട്രോളിനെ കുറിച്ചൊരു കോർ ഐഡിയ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കട്ടെ, നോക്കാം. ഇന്റേണൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ പ്രോസസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് established by management to ensure the organization achieve its objectives efficiently, ethically and in compliance with laws അല്ലേ. എന്താണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് പ്രോസസ്സാണ്, പോളിസിയാണ്, പ്രൊസീജിയറാണ് അല്ലേ. ആര് എസ്റ്റാബ്ലിഷ് ചെയ്തത്? മാനേജ്മെൻറ്റ്. നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും അതുപോലെ തന്നെ പ്രോസസ്സുമാണ് എന്ത്, ഇന്റേണൽ കൺട്രോൾ. എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. എങ്ങനെ അച്ചീവ് ചെയ്യാൻ? എത്തിക്കലിയും എഫിഷ്യൻ്റ്ലിയും അതുപോലെ തന്നെ കംപ്ലയൻസ് വിത്ത് ലോസ്, നിയമപരമായും അല്ലേ. അതായത് നിയമപരമായും എത്തിക്കലിയും എഫിഷ്യൻ്റ്ലിയും ഒക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോളിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തായിരുന്നു ഇൻറ്റേർണൽ കൺട്രോൾ? പോളിസീസും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സും ഒക്കെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഒന്നുകൂടി വായിക്കാം. Internal control refers to the process, policies, procedures established by management to ensure the organization achieve its objectives അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോസസ്സും ഒക്കെയാണ് എന്ത്, ഇൻറ്റേർണൽ കൺട്രോൾ. ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ? എത്തിക്കലിയും എഫിഷ്യൻ്റ്ലിയും നിയമപരമായിട്ടും അല്ലേ, കംപ്ലയൻസ് വിത്ത് ലോസ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൽ ഒരു കോർ ഐഡിയ കിട്ടി. ഓക്കെ, ദെൻ ഹൂ കെയർസ് ആൻഡ് വൈ അല്ലേ. ആർക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഇൻറ്റേർണൽ കൺട്രോളിന്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് നോക്കാം. സ്റ്റേക്ക് ഹോൾഡർ. ആരായിരുന്നു സ്റ്റേക്ക് ഹോൾഡർ? നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അത് ഗവൺമെൻറ് ആകാം, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, ആരും ആകാം അല്ലേ. അത് ഇവരെല്ലാവരും നമ്മുടെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ. അതായത് ഇവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവും, നമ്മുടെ ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം എഫിഷ്യൻ്റ്ലിയാണ് നടക്കുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ് അല്ലേ. മാനേജ്മെൻറ്റ് ഓർ ലീഡേഴ്സ് വാണ്ട് അഷ്വറൻസ് ദാറ്റ് ഗോൾ ആർ മീറ്റ്, അസറ്റ്സ് ആർ സേഫ് ഗാർഡ് ആൻഡ് ഓപ്പറേഷൻസ് ആർ റൺ എഫിഷ്യൻ്റ്ലി, എഫക്റ്റീവ്ലി അല്ലേ. അതായത് മാനേജ്മെൻറ്റ്സിൻ്റെ എന്താണ്, മാനേജ്മെൻറ്റ് എന്തിനാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ട്? നമ്മുടെ അസറ്റ്സ് ഒക്കെ സേഫാണ് അല്ലേ. അസറ്റ്സ് ഒക്കെ ഫിസിക്കലി സേഫ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അസറ്റ്സ് ആർ സേഫ് ഗാർഡഡ്. ദെൻ ഓപ്പറേഷൻസ് റൺ എഫക്റ്റീവ്ലി. അതായത് നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും റണ്ണ് ചെയ്യുന്നുണ്ടെന്ന് മാനേജ്മെൻറ്റിന് ഉറപ്പ് വരുത്താം ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. ദെൻ ഗോൾസ് ആർ മെറ്റ് അല്ലേ. നമ്മുടെ ബിസിനസ് ഗോൾസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റിൻ്റെത്? അതായത് ഇൻറ്റേർണൽ കൺട്രോൾ അഷ്വറൻസ് നൽകുന്നു. എന്തിനൊക്കെ? നമ്മുടെ ഗോൾസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അസറ്റ്സ് എല്ലാം സേഫാണ്, അതുപോലെ തന്നെ വേറെ എന്താണ്, ഓപ്പറേഷൻസ് റൺ എഫക്റ്റീവ്ലി. ഓപ്പറേഷൻസ് എഫക്റ്റീവ്ലി റൺ ചെയ്യുന്നുണ്ട് അല്ലെ, എഫിഷ്യൻ്റ്ലി റൺ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനേജ്മെൻറ്റിന് ഒരു അഷ്വറൻസ് നൽകുന്നുണ്ട് ഇൻറ്റേർണൽ കൺട്രോൾ. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ഇൻറ്റേർണൽ കൺട്രോൾ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ഓർ
ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് എങ്ങനെയാണ് ഇന്റേണൽ കൺട്രോൾ വർക്ക് ആവണമെന്ന് നോക്കാം. നീഡ് കോൺഫിഡൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ മാനേജ്മെൻറ്റ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സ്റ്റേവാർഡ്ഷിപ്പ്. വേറെ ഒന്നുമല്ല, എൻറോണിൽ എന്തായിരുന്നു സംഭവിച്ചത്, അവരവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു അല്ലേ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു. അവർക്ക് ആക്ച്വലി അത്രയും പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെന്തിനാണ് അങ്ങനെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചത്? ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട്, അവരുടെ ക്യാഷിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് മിസ്ലീഡ് ചെയ്യപ്പെടുകയും അവരവരുടെ ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർ നോക്കുമ്പോൾ എന്താ, കമ്പനി ഭയങ്കര പ്രോഫിറ്റ് അല്ലേ, കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയപ്പോഴേക്കും ഭയങ്കര പ്രോഫിറ്റ്. അപ്പോൾ ഇവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ആക്ച്വലി അത്രയും പ്രോഫിറ്റും ഇല്ലായിരുന്നു. ആ ഫ്രോഡ് കൈയോടെ പിടിക്കുകയും ഈ സിഇഒയും CFOയും ഒക്കെ ജയിലിൽ വരെ കടന്നു. പക്ഷേ പാവം ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷും നഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു എവിടെ നടന്നത്, നമ്മുടെ എൻറോളിൽ നടന്നത്. ഓക്കെ, അപ്പോൾ എൻറോളിൽ എന്തായിരുന്നു, ഇന്റേണൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ ഉള്ളൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആക്യുറേറ്റ് ആണെന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു കേസോടെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പഠിച്ചു അല്ലേ, ഇന്റേണൽ കൺട്രോൾ ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഇതിലൊന്നും അത്ര ആക്യുറൻസി പ്രതീക്ഷിക്കേണ്ട, ഇത് ആക്യുറേറ്റ് ആകത്തില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നീഡ് കോൺഫിഡൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ മാനേജ്മെൻറ്റ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സ്റ്റേവാർഡ്ഷിപ്പ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസിയിലും ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടും ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അവർക്ക് എങ്ങനെയാണ് ഇന്റേണൽ കൺട്രോൾ യൂസ് ആണെന്ന് നോക്കാം. എ സ്ട്രോങ് കൺട്രോൾ എൻവയൺമെൻറ്റ് അലൗസ് മോർ എഫിഷ്യൻ്റ് ആൻഡ് റിലയബിൾ ഓഡിറ്റ്സ് അല്ലേ. അതായത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആരാണ്, പുറത്തു നിന്നും നമ്മുടെ CA-ക്കാരോ CPA-ക്കാരോ നമ്മുടെ കമ്പനിയിൽ വന്ന് ഓഡിറ്റ് നടത്തിയിട്ട് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കും അല്ലേ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് ഒരു ഹെൽപ്പാണ് ഇന്റേണൽ കൺട്രോൾ അവിടെ ഉണ്ടെങ്കിൽ. അവർക്ക് എന്താ പറയുക, കുറച്ച് സുഖമാണ്. അവർക്ക് വന്നിട്ട് ഭയങ്കര ഹെക്ടിക് ടാസ്ക് ആകത്തില്ല, കാര്യങ്ങളെല്ലാം കൃത്യം സ്ട്രക്ചേർഡ് ആണ്, ഓക്കെ ആണ്. ഒരു ഇന്റേണൽ ഓഡിറ്റൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് ഭയങ്കര ഒരു ഹെക്ടിക് ടാസ്ക് ആകത്തില്ല അവിടെ ഓഡിറ്റ് നടത്തുക എന്നുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്ററിൻ്റെ കാര്യത്തിൽ അതാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ലെജിസ്ലേറ്റേഴ്സ് നോക്കാം. കൺസേൺഡ് അബൌട്ട് കംപ്ലയിൻറ്റ്സ്, എക്സാമ്പിൾ പ്രിവെൻറ്റേഷൻ ഓഫ് ഫ്രോഡ്, കറപ്ഷൻ ആൻഡ് ഇല്ലീഗൽ പേയ്മെൻറ്റ്സ്. ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി ബോഡീസിനും അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ ഒരു അഷുറൻസ് കിട്ടും അല്ല, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. എങ്ങനെ, ഇവിടെ ഇല്ലീഗൽ പേയ്മെൻറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ കറപ്ഷൻസ് ഇല്ല, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഇല്ല എന്ന്. ഈ ആരാണ് ഈ റെഗുലേറ്ററി ബോഡീസ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ അല്ലേ, SEC ആണ് US-ലെ റെഗുലേറ്ററി ബോഡി അല്ലേ, പബ്ലിക്കലി ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവും, ഗവൺമെൻറ്റിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, അവിടെ ട്രസ്റ്റ് ഉണ്ടാവും. ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇല്ലീഗൽ പേയ്മെൻറ്റ്സോ അതല്ലെങ്കിൽ കറപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. കൺസേൺഡ് അബൌട്ട് കംപ്ലയിൻറ്റ്സ്, പ്രിവെൻറ്റേഷൻ ഓഫ് ഫ്രോഡ്, കറപ്ഷൻ ആൻഡ് ഇല്ലീഗൽ പേയ്മെൻറ്റ്സ് അല്ലെ, അതിനുള്ള കൺസേൺസ് ഒക്കെ കുറയും. ഇന്റേണൽ കൺട്രോൾ ഇല്ലെങ്കിൽ എന്താ, ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ. കാരണം കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് അവിടെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അതാണ് റെഗുലേറ്ററി ബോഡീസിനും ഗവൺമെൻറ്റിനൊക്കെ ഇന്റേണൽ കൺട്രോൾ യൂസ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി എംപ്ലോയീസ്, ക്ലിയർ ഇന്റേണൽ കൺട്രോൾ പോളിസീസ് ഡിഫൈൻ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇന്റേണൽ കൺട്രോൾ വർക്ക് ആവുന്നത്? ഇന്റേണൽ കൺട്രോൾ ഉള്ള ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയിക്കുള്ള അതോറിറ്റി എന്താണ് അവരുടെ പവർ, അവരുടെ അധികാരം എന്താണ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഉത്തരവാദിത്തം, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയൊക്കെ ഒരു എംപ്ലോയിക്ക് മനസ്സിലാവും അല്ലേ, കൃത്യമായിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ പോളിസി അവിടെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇന്റേണൽ കൺട്രോൾ പോളിസി ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയിക്ക് തോന്നിയ വർക്ക് ചെയ്യാം. അയാൾക്ക് പരിധികളില്ല, അതുപോലെ തന്നെ അയാൾക്ക് ഉത്തരവാദിത്തമില്ല, വൈകി വരാം, നേരത്തെ പോകാം, അതുപോലെ തന്നെ തോന്നിയ സമയത്ത് തോന്നിയ ജോലി ചെയ്യാം, എഫിഷ്യൻ്റ് ആകണമെന്നില്ല. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ പോളിസി ഉള്ള സമയത്ത് ആൾക്കൊരു കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ അതോറിറ്റി, ഇതാണ് എൻ്റെ അധികാരം, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഉത്തരവാദിത്തം, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടും, ഒരു ക്ലിയർ പിക്ചർ കിട്ടും ആർക്ക്, എംപ്ലോയീസിന്. ഇന്റേണൽ കൺട്രോൾ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് എംപ്ലോയീസിൻ്റെ കേസിൽ ഇന്റേണൽ കൺട്രോൾ വർക്ക് ആവുക. ദെൻ കസ്റ്റമേഴ്സ് ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് ബിക്കോസ് ഗുഡ് കൺട്രോൾ ക്യാൻ ലീഡ് ടു ലോവർ കോസ്റ്റ് ആൻഡ് ബെറ്റർ പ്രോഡക്റ്റ് ക്വാളിറ്റി അല്ലേ. അതായത് കസ്റ്റമേഴ്സിനെ ഇന്റേണൽ കൺട്രോൾ ഇൻഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അവർക്കും ഇൻഡയറക്റ്റ്ലി ഒരു ബെനിഫിറ്റാണ് ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. അതായത് കുറഞ്ഞ കോസ്റ്റിൽ നല്ല ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടും കസ്റ്റമേഴ്സിന്. അപ്പം ഇങ്ങനെയാണ് ഇന്റേണൽ കൺട്രോൾ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇവർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്നതും അല്ലേ. ഇപ്പോൾ ഹൂ കെയർസ് ആൻഡ് വൈ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി അല്ലേ. അതായത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഗവൺമെൻറ്റിനും റെഗുലേറ്ററി ബോഡീസിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും ഒക്കെ എന്താണ്
എന്തിനാണ് ഇന്റേണൽ കൺട്രോൾ യൂസ് ചെയ്യുന്നത്, എന്താണ് അവർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി ആ ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വാഹപൂട്ടി മിണ്ടാതിരിക്കില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലേ ഇവർക്കൊക്കെ ഈ രീതിയിലാണ് ഇന്റേണൽ കൺട്രോൾ വേണം എന്ന് പറയുന്നതെന്ന്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് ഒരു റിയൽ വേൾഡ് എക്സാമ്പിളും പറയുന്നുണ്ട്. When Enron collapsed due to fraudulent report and weak internal control, investors lost billions. അല്ലേ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും, ഈ ഇന്റേണൽ കൺട്രോളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എൻറോണിൽ അവിടെ അങ്ങനെ ഒരു വീഴ്ച പറ്റിയതല്ലേ, അവരുടെ ബില്യൺസ് നഷ്ടപ്പെട്ടു ഷെയർ ഹോൾഡേഴ്സിൻ്റെ. അപ്പോൾ ഈ എൻറോണിൻ്റെ കാര്യം ഞാൻ നമ്മുടെ തുടക്കം തൊട്ടേ പറയുക, നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കം തൊട്ടേ പറയുക. കാരണം ഇന്റേണൽ കൺട്രോൾ എന്ന് മനസ്സിൽ വരുമ്പോഴേക്കും എൻറോൺ ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു ക്ലിയർ പിക്ചർ. ഇന്റേണൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടായിരുന്നു എൻറോണിൽ അങ്ങനെ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടന്നതും അതിൻ്റെ ഫലമായിട്ട് ഇത്രയും വലിയ ഇഷ്യൂ ആയി അത് മാറി അല്ലേ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ബില്യൺസ് നഷ്ടപ്പെടുകയും അവരുടെ സിഎയും CFOയും ഒക്കെ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ എൻറോൺ അതൊരു കൃത്യം ഒരു റിയൽ വേൾഡ് എക്സാമ്പിളാണ്. ദെൻ ഡെഫിനേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ, ഒരു കോർ ഐഡിയ കിട്ടി. എന്തായിരുന്നു? കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ എന്തായിരുന്നു, പ്രോസസ്സും ഒക്കെയാണ് ഇന്റേണൽ കൺട്രോൾ. എന്തിന്? നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോസസ്സും പോളിസീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒക്കെയാണ് എന്ത്, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യാനുള്ളത് അത് നമുക്ക് മനസ്സിലാക്കണ്ടേ. എന്ത് ഒബ്ജക്റ്റീവാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്? നമുക്ക് 3 ഒബ്ജക്റ്റീവ്സ് ഇവിടെ അച്ചീവ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? ഓപ്പറേഷൻ, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, പിന്നെ കംപ്ലയിൻസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ കൺട്രോൾ ഈസ് എ പ്രോസസ് എഫക്റ്റഡ് ബൈ ആൻ എൻറ്റിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് ആൻഡ് അതർ പേഴ്സണൽ അല്ലേ. അതായത് ഇന്റേണൽ കൺട്രോളിലേക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഒരു കമ്പനിയിലുള്ള എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് എഫക്റ്റഡ് ബൈ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പിന്നെ അതർ പേഴ്സണൽസ്. ഓക്കെ, പിന്നെ എല്ലാവരും, ഒരു കമ്പനിയിലെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്താലേ ഇന്റേണൽ കൺട്രോൾ എഫക്റ്റീവിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കാരണം നടക്കുന്ന ഒരു സാധനമാണ്. അതല്ലാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അവർ മാത്രമോ അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാത്രമോ എംപ്ലോയീസ് മാത്രമോ അങ്ങനെ ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ല, ആ ഒരു പ്രോസസ്സ് അല്ല. എല്ലാവരും, ഒരു കമ്പനിയിലുള്ള എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇന്റേണൽ കൺട്രോളിലേക്ക്. ദെൻ ഡിസൈൻ ടു പ്രൊവൈഡ് റീസണബിൾ അഷുറൻസ് റിഗാർഡിംഗ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ ഓപ്പറേഷൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് കംപ്ലയിൻസ് അല്ലേ. ഈ 3 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മാനേജ്മെൻറ്റ് ഇന്റേണൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തൊക്കെ? റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, പിന്നെ കംപ്ലയിൻസ് അല്ലേ. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ കൺട്രോൾ റീസണബിൾ അഷുറൻസ് നൽകും. എന്ത്? റീസണബിൾ അഷുറൻസ്. എന്താണ് റീസണബിൾ അഷുറൻസ്? 100% ഉറപ്പില്ല, പക്ഷേ ഉറപ്പ് നൽകും, പക്ഷേ 100% ഉറപ്പില്ല. കാരണം എന്താ? നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ ഈ ലോകത്തിൽ ഒരു കാര്യത്തിന് 100% ഉറപ്പ് തരാൻ വേണ്ടി പറ്റില്ല. അതാണ് ആ ഒരു ടൈം വന്നത് റീസണബിൾ അഷുറൻസ്. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസണബിൾ അഷുറൻസ് നൽകും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. ഓപ്പറേഷൻസും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും കംപ്ലയിൻസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇന്റേണൽ കൺട്രോൾ റീസണബിൾ അഷുറൻസ് നൽകും. ഇനി എന്താണ്? കുറച്ച് കീ ഫ്രേസസ് ഉണ്ട്. അതായത് ഇന്റേണൽ കൺട്രോളിനെ കുറച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കീ ഫ്രേസസ് ഉണ്ട്. ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴേക്കും ഈ കീവേഡ് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് മീനിങ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ കീവേഡ്സ് എന്ന് നോക്കാം. പ്രോസസ്, ഓൺഗോയിങ് ആൻഡ് ഡൈനാമിക്, നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി. അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്, അല്ലാതെ ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. കുറച്ച് സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ബിസിനസ് എത്ര നാളുണ്ടോ അത്ര നാൾ ഒരു കമ്പനിയിൽ വേണ്ട ഓൺഗോയിങ് പ്രോസസ്സാണ് ഇന്റേണൽ കൺട്രോൾ. അതല്ലാതെ കുറച്ച് സമയത്തേക്കോ കുറച്ച് നാളുകൾക്ക് വേണ്ടോ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല ഇന്റേണൽ കൺട്രോൾ. അതാണ് ഇന്റേണൽ കൺട്രോൾ പ്രോസസ് എന്ന് പറയുന്ന കീവേഡ്, കീ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എഫക്റ്റഡ് ബൈ പീപ്പിൾ, എവരിവൺ കോൺട്രിബ്യൂട്ട്സ്, നോട്ട് ജസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ. അതായത് മാനേജ്മെൻറ്റ് മാത്രമല്ല ഇന്റേണൽ കൺട്രോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു കമ്പനിയിലെ എല്ലാവരും, എവരിവൺ കോൺട്രിബ്യൂട്ട്സ് അല്ലേ, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതല്ലാതെ മാനേജ്മെൻറ്റ് മാത്രമല്ല, മാനേജ്മെൻറ്റ് മാത്രം ഇന്റേണൽ കൺട്രോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം പേഴ്സണൽസ് അവിടെ ഉണ്ടാവും. അവർ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊന്നും എഫിഷ്യൻ്റ്ലിയും എഫക്റ്റീവ്ലിയും നടക്കില്ല. അപ്പോൾ എവരിവൺ കോൺട്രിബ്യൂട്ട്സ് എന്നാണ് ആ ടൈമിൽ പറയുന്നത്, എഫക്റ്റീവ്ഡ് ബൈ പീപ്പിളിൽ. ദെൻ റീസണബിൾ അഷുറൻസ്, നോട്ട് അബ്സല്യൂട്ട്, റെക്കഗ്നൈസസ് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് അല്ലേ.
റീസണബിൾ അഷുറൻസിൽ എന്തായിരുന്നു പറഞ്ഞത്, ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ഒരു 100% ഉറപ്പില്ല, പക്ഷേ അഷുറൻസ് നൽകുന്നുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഒരു കാര്യത്തിൽ 100% ഉറപ്പ് നൽകാൻ വേണ്ടി പറ്റൂലല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും, കുറച്ച് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഓക്കെ, നമുക്കത് അത് ലിമിറ്റഡ് ആണ്, നമുക്കത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസണബിൾ അഷുറൻസ് നൽകും ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ അപ്പോഴും മനസ്സിലാക്കുക 100% അഷുറൻസ് ഇല്ല. ദെൻ ഒബ്ജക്റ്റീവ്സ്, ദ കോർ ഫോക്കസ് ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതായത് ഇന്റേണൽ കൺട്രോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിരിക്കും. എന്തൊക്കെ? ഓപ്പറേഷൻസും, റിപ്പോർട്ടിങ്ങും, കംപ്ലയിൻസും. ഓക്കെ, ഇനി എന്താണ് ആ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓപ്പറേഷൻസ് ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് ഓപ്പറേഷൻസ്. ദെൻ കൺസേൺ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്, അല്ലേ. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഒരു കമ്പനിയിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതിൽ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഉറപ്പുവരുത്തുക, അല്ലേ. ഇതിൽ കൺസേൺഡ് ആവും, അല്ലേ. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും ഒരു കമ്പനിയിൽ. അപ്പോൾ ഇതിൽ കൺസേൺഡ് ആയിട്ട് ഇതിൽ എന്താ പറയുക, റീസണബിൾ അഷുറൻസ് നൽകും ആര്? ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുക, ഇത് എഫിഷ്യൻ്റ്ലിയും എഫക്റ്റീവ്ലിയും നടക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് കാര്യം. ദെൻ ഇൻക്ലൂഡ് അച്ചീവിങ് ബിസിനസ് ആൻഡ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഗോൾസ്. അതായത് ബിസിനസ്സും ഫൈനാൻഷ്യൽ പെർഫോമൻസും ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുക. ഇതും ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. നമ്മുടെ ബിസിനസ് ഗോൾസും ഫൈനാൻഷ്യൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. ദെൻ എംഫസിസ് സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ് എഗൈൻസ്റ്റ് ലോസ് ഓർ മിസ്യൂസ്. നമ്മുടെ കമ്പനിയിലെ അസറ്റ്സ്, അല്ലെ, നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള അസറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതൊന്നും മിസ്യൂസ് ചെയ്യുന്നില്ല, ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പ് നൽകുക, അല്ലേ. ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ആക്കുക. അപ്പോൾ ഇതും ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് ഡിഫൈൻ റിസ്ക് ടോളറൻസ് അക്സെപ്റ്റബിൾ വേരിയൻസ് ഇൻ പെർഫോമൻസ്, അല്ലേ. അതൊരു എക്സാമ്പിളാണ്, അക്സെപ്റ്റബിൾ വേരിയൻസ് ഇൻ പെർഫോമൻസ്. അതായത് റിസ്കിനെ ടോളറേറ്റ് ചെയ്യുക, അല്ലേ. റിസ്ക് ടോളറൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുക, അല്ലേ. റിസ്ക് അസസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ്, അല്ലേ. അല്ലാതെ എന്തൊക്കെ വന്നു? നമ്മുടെ കമ്പനിയിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലിയും എഫക്റ്റീവ്ലിയും നടക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലേ. ദെൻ പിന്നെന്തായിരുന്നു? ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഗോൾസ് അച്ചീവ് ചെയ്യുക. പിന്നെന്തായിരുന്നു? നമ്മുടെ അസറ്റ്സ് ഒക്കെ സേഫ് ഗാർഡിങ് ആണോ, അതായത് അസറ്റ്സിനെയൊക്കെ ഫിസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിനെ കൺട്രോൾ ചെയ്തിട്ട് അതിനൊരു ഒരു അഷുറൻസ് നൽകുക എന്നുള്ളതാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന കാരണങ്ങൾ. ഇനി അടുത്ത് നോക്കാം. ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. കൺസേൺ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അല്ലേ. അതായത് എന്തൊക്കെയാണ് മീൻസ് നമുക്ക് 2 രീതിയിലുള്ള റിപ്പോർട്ടിങ്സ് ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്. നമ്മൾ ഇന്റേണലി നമ്മുടെ കമ്പനിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും, എക്സ്റ്റേണലി റിപ്പോർട്ട് ചെയ്യും, അല്ലേ. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെൻറ്റിനൊക്കെ നമ്മൾ എക്സ്റ്റേണലി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ എന്താ പറയുക, ആ ഒരു ആക്യുറൻസി ഉറപ്പുവരുത്തുക, അല്ലെ. ആ ഒരു ആക്യുറേറ്റ് ആയിരിക്കുക. അപ്പോൾ എൻറോൺലി, വീണ്ടും എൻറോണിൻ്റെ കേസ് പറഞ്ഞു, എൻറോൺലി എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിൽ ആക്യുറൻസി ഇല്ലായിരുന്നു, അല്ലേ. അവിടെ ആക്യുറസി ഇല്ലായിരുന്നു, അവിടെ എററും അതുപോലെ തന്നെ ഫ്രോഡലൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവരുടെ ഇൻകം കൂട്ടിക്കാണിച്ചു, അല്ലേ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവരുടെ ഇൻകം കൂട്ടിക്കാണിച്ചു ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ആക്യുറേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും നമ്മുടെ ഫൈനാൻഷ്യൽസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു ആക്യുറസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ നമ്മുടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ പറയുന്ന ആദ്യത്തെ കാര്യം. ദെൻ ഫോക്കസ് ഓൺ റിലയബിലിറ്റി, ആക്യുറസി, ടൈം ലൈൻസ് ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഇൻഫർമേഷൻസ്, അല്ലേ. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ഒക്കെ കൈമാറാനുണ്ടാവും. ഇതിലൊക്കെ ട്രാൻസ്പെറൻസി, അതായത് എന്താണോ കൃത്യമായിട്ട് നടന്നത് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. അതായത് ഇൻഫർമേഷൻസ് എപ്പോഴും ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് എക്സ്റ്റേണലി ആണെങ്കിലും ഇൻറ്റേർണലി ആണെങ്കിലും, അല്ലേ. അപ്പോൾ ഇതും റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാണ്. ദെൻ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഈസ് ഗവർൺഡ് ബൈ റെഗുലേറ്ററി ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്, അല്ലേ. അതായത് ഈ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഒക്കെ ആരാണ് ഗവൺ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ SEC പോലെയുള്ള ബോഡീസാണ്, അല്ലേ. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്റേണൽ കൺട്രോളിൻ്റെ
രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്ത്? റിപ്പോർട്ടിംഗ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളെല്ലാം ഇന്റേണലിയും എക്സ്റ്റേണലിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു കൺട്രോൾ കൊണ്ടുവരിക, അല്ലെ, അതിലൊരു അഷുറൻസ് കൊടുക്കുക, അക്യുറേറ്റ് ആണോ, ഓക്കെ, എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസോ എററോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിലൊരു അഷുറൻസ് നൽകുക. ദെൻ നമ്മുടെ കമ്പനിയിലെ ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി, അതിപ്പോൾ ഇന്റേണലി ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ആ വാക്ക് കേട്ടോ, ട്രാൻസ്പെറൻറ്റ് പറഞ്ഞാൽ എന്താ, ഉള്ളിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്ത് പുറത്തും കാണണം, അല്ലേ, ഉള്ളിൽ എന്താണോ ഉള്ളത്, ആക്ച്വലി എന്താണോ നടന്നത് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. ദെൻ ഇന്റേണൽ കൺട്രോളിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? കംപ്ലൈൻസ് ഒബ്ജക്റ്റീവ്സ്. വേറെ ഒന്നുമല്ല, നിയമപരമായിട്ടാണ് നമ്മുടെ കമ്പനി, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുക, നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. നോക്കാം. റിലേറ്റ് ടു ആദറൻസ് ടു ലോസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലിക്കബിൾ ടു ദ ഓർഗനൈസേഷൻ, അല്ലേ, അതായത് ലോസും റെഗുലേഷൻസ് ഒക്കെ അപ്ലിക്കബിൾ ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് കമ്പനി റൺ ചെയ്യുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. cover areas like taxation, labor laws, environmental protection and pricing safety and international trade, അല്ലേ, അതായത് ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം നിയമപരമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ടാക്സേഷനും ലേബർ ലോസും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടാണ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അപ്ലിക്കബിൾ ആണെന്ന് ഉറപ്പുവരുത്തുകയാണ് എന്ത്? ഇന്റേണൽ കൺട്രോളിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതായത് നിയമപരമായിട്ടാണ് ഈ പറയുന്ന എല്ലാ നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടാണ്, അതെല്ലാം അപ്ലിക്കബിൾ ആയിട്ടാണ് നമ്മുടെ കമ്പനി റൺ ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, കംപ്ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? റിപ്പോർട്ടിങ്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ കംപ്ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ കൺട്രോൾ, അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്റേണൽ കൺട്രോൾ പ്രോസസ്സാണ്, അതുപോലെ തന്നെ പ്രൊസീജിയറാണ്, അതുപോലെ തന്നെ പോളിസീസ് ആണെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇത് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എന്തിന്? നമ്മുടെ കമ്പനിയുടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിക്കാനുണ്ടായിരുന്നത്. എന്താണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞു, എന്താണ് ഇന്റേണൽ കൺട്രോളിൻ്റെ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു, ആർക്കൊക്കെയാണ് ഇന്റേണൽ കൺട്രോൾ, ആരൊക്കെയാണ് ഇന്റേണൽ കൺട്രോൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്, അവർക്ക് എന്തുകൊണ്ടാണ് ഇന്റേണൽ കൺട്രോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവണത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഇന്റേണൽ കൺട്രോളിലെ ഈ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഓപ്പറേഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ആണെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ഹെൽപ്പോടെ കൂടെ, കുറച്ച് കാര്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ കോസോ നമുക്ക് തരുന്ന ഒരു 5 കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, കോസോയുടെ ഫ്രെയിംവർക്ക് ഒരു 5 കോമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഈ 5 കോമ്പോണൻസിൻ്റെ ബേസിസിൽ മാത്രമേ അതിൻ്റെ ഒരു ഹെൽപ്പോടു കൂടിയാണ് നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്റേണൽ കൺട്രോളിൻ്റെ ആ 5 കോമ്പോണൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സീ യു സൂൺ.